ഒന്നാമത്തെ ട്രാക്കിലൂടെ ശ്രീഗണേഷ്, രണ്ടാമത്തെ ട്രാക്കിലൂടെ ചമ്പക്കുളം, മൂന്നാമത്തെ ട്രാക്കിലൂടെ പായിപ്പാട്, നാലാമത്തെ ട്രാക്കിലൂടെ ചെറുതന. ഇങ്ങനെ 4 ചുണ്ടന്മാരെ നേരത്തെ ഹീറ്റ്സ് മത്സരത്തിൽ തീപ്പൊരി ചിതറിച്ചുകൊണ്ട് കുട്ടനാടിനെ ആവേശത്തിമിർപ്പിൽ ആറാടിച്ചുകൊണ്ട് കടന്നു വന്ന ഒന്നാം സ്ഥാനത്തെത്തിയ വള്ളങ്ങൾ ശ്രീഗണേഷ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം 4 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് ചരിത്രം എഴുതി. പക്ഷേ ഫൈനൽ മത്സരത്തിൽ 2007 ശോഭ മങ്ങിപ്പോയെങ്കിലും തിരിച്ചുവരവ് നടത്താൻ ശ്രീഗണേഷ് അങ്ങനെ എത്തി. കുതിപ്പിന്റെ കൂട്ടാളിയ പഴയ പായിപ്പാടാണ് ഒന്നാമത്തെ ട്രാക്കിലൂടെ 6ാം നമ്പർ വള്ളമായി കടന്നു വരുന്ന ശ്രീഗണേഷ്. PI എബ്രഹാം ക്യാപ്റ്റനായിട്ടുള്ള ശ്രീഗണേഷ്, കുമരകം ബോട്ട് ക്ലബ്ബാണ് ശ്രീഗണേഷ് തുഴയുന്നത്. കുട്ടനാടിന്റെ പെരുന്തച്ചൻ രാഗി മിനിക്കിയ പഴയ പായിപ്പാടിന്റെ മകൻ ഉമാമഹേശ്വരൻ 2004 പുതുക്കിപ്പണിത് നീറ്റിലിറക്കി. 2006 മൂലം വള്ളംകളിയിൽ, അതായത് രാജപ്രമുഖൻ ട്രോഫിയിൽ പങ്കെടുത്തപ്പോൾ 3ാം സ്ഥാനമായി പോയതിന്റെ പ്രതികാരം 2007 ട്രോഫി തിരിച്ചുപിടിച്ചുകൊണ്ട് ശ്രീഗണേഷ് വീട്ടി. 51.25 കോൽ നീളവും 51 വീര്യമുള്ള ശ്രീഗണേഷ് ഇതുവരെ ആർക്കും കുറിക്കാനാവാത്ത ചരിത്രത്തിനും ഉടമയാണ്. ഫൈനൽ മത്സരത്തിൽ കുതിപ്പ് ആവർത്തിക്കാനായില്ലെങ്കിലും ശ്രീഗണേഷ് മറ്റു ചുണ്ടന്മാർക്ക് ഒരു പേടി സ്വപ്നമായി എന്നതിൽ തർക്കമില്ല. 2008 ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് സുനിൽ ജോസഫ് വാഞ്ചിക്കലിന്റെ നേതൃത്വത്തിൽ പങ്കെടുത്തെങ്കിലും യൂസേഴ്സ് ഫൈനലിൽ 2ാം സ്ഥാനം കൂടി തൃപ്തിപ്പെടേണ്ടി വന്നു. PI എബ്രഹാം ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ശ്രീഗണേഷിനെ PI എബ്രഹാം നയിക്കുന്നു. അതുപോലെ തന്നെ ചമ്പക്കുളം രണ്ടാമത് തുഴഞ്ഞപ്പോൾ ചെറിയ തർക്കത്തെ തുടർന്ന് രണ്ടാമത് തുഴഞ്ഞപ്പോൾ ചമ്പക്കുളം തന്നെ വിളിച്ചറിയിച്ചു. പ്രശസ്തമായ UBC കൈനഗിരി 1989, 90, 91 തുഴഞ്ഞ് ഹാട്രിക് ഉൾപ്പെടെ വിജയം തീർത്തും. 94 ജെറ്റ് എയർ വോൾസുമായി 95, 96 ടൗൺ ബോട്ട് ക്ലബും നെഹ്റു ട്രോഫി നേടിക്കൊടുത്തു. അങ്ങനെ 2 ഹാട്രിക് ഉൾപ്പെടെ 7 തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ വള്ളമാണ് 3ാം നമ്പറിൽ കടന്നു വരുന്ന രണ്ടാമത്തെ ട്രാക്കിലൂടെ ചമ്പക്കുളം. 1997 ആലപ്പാട് ചുണ്ടനോട് പരാജയപ്പെട്ടെങ്കിലും 98 അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് യശസ്വരീരായ KR നാരായണന്റെ പക്കൽ നിന്നും ട്രോഫി വാങ്ങി ആ ഐശ്വര്യം വിളിച്ചറിയിക്കാൻ സാധിച്ചു. പിന്നീടുണ്ട് 7ാം നമ്പർ വള്ളമായി പായിപ്പാട് കരക്കാരുടെ ഇഷ്ടതോഴനായ പായിപ്പാട് ചുണ്ടൻ അൻസലാം ആന്റണിയാണ് പായിപ്പാടിന്റെ ക്യാപ്റ്റൻ. UBC കൈനഗിരിയാണ് തുഴയുന്നത്. ഇത് UBC കൈനഗിരി എന്ന് പറയുമ്പോൾ കുട്ടനാട്ടുകാരുടെ ഹൃദയവികാരം. 2008 നെഹ്റു ട്രോഫിയിൽ ഹീറ്റ്സിൽ 1ാം സ്ഥാനത്തെത്തി ഫൈനൽ പങ്കെടുത്തപ്പോൾ ക്യാപ്റ്റൻ ജെയിംസ് കുട്ടിയുടെ നേതൃത്വത്തിൽ പക്ഷേ 5 മിനിറ്റ് 4.68 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. 5.468 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. ഇതൊരു തിരിച്ചുവരവാണ്. UBCയുടെ കരുത്ത് ഒരിക്കൽ കൂടി പുന്നമടക്കായലിൽ വിളിച്ചറിയിക്കാൻ UBCക്കാർ അങ്ങനെ എത്തുകയാണ് പായിപ്പാട് ചുണ്ടലിൽ. പിന്നെയുണ്ട് സണ്ണി വടക്കനാടനും ക്യാപ്റ്റനായിട്ടുള്ള ചെറുതന, മഞ്ചാടിക്കരി ഏഞ്ചൽ ബോട്ട് ക്ലബ്ബാണ് ചെറുതന. അത് 16ാം നമ്പർ വള്ളമാണ് ചെറുതന. പരിശീലനം നേടി ആത്മവീര്യം കൈമുതലാക്കിക്കൊണ്ട് അവരങ്ങനെ എത്തുകയാണ്. 51.25 കോൽ 91 തുഴക്കാർക്കും 9 നിലക്കാർക്കും 5 അമരക്കാർക്കും അതിൽ സ്ഥാനമുണ്ട്. നീറ്റിലിറങ്ങി ആദ്യ വർഷം ഫൈനലിലെത്തി വരവറിയിച്ച വള്ളമാണ്. 2004 ജലക്കോട്ട തകർത്ത് നേടിയ നെഹ്റു ട്രോഫി പുന്നമടക്കായലിന്റെ ഇരുകരയിൽ വരുന്ന സാക്ഷ്യം വഹിച്ച ജലോത്സവ പ്രേമികൾ മറക്കാറായിട്ടില്ല അന്നത്തെ ചെറുതനയുടെ വരവ്. ചെറുതനക്കരയിലെ മുഴുവൻ പേരുടെയും തുല്യോഹരിയിലുള്ള ചുണ്ടനാണിത്. 2008 ജലമേളയിൽ റണ്ണറപ്പാണ്. കാരിച്ചാലുമായി മത്സരിച്ചപ്പോൾ 5 മിനിറ്റ് 4.15 സെക്കൻഡ് കൊണ്ട് 2ാം സ്ഥാനത്തെത്തിയ വള്ളം. കഴിഞ്ഞ വർഷം തുടങ്ങിയ അതേ ബോട്ട് ക്ലബ്ബ് തന്നെ ഇക്കുറിയും ചെറുതന 4ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. അങ്ങനെ 3ാം ട്രാക്കിലൂടെ പായിപ്പാട് 7ാം നമ്പർ വള്ളമായി, 2ാമത്തെ ട്രാക്കിലൂടെ ചമ്പക്കുളം 3ാം നമ്പർ വള്ളമായി, 1ാമത്തെ ട്രാക്കിലൂടെ 6ാം നമ്പർ വള്ളമായി ശ്രീഗണേഷ്. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് അതിഥികൾ മാറ്റി മറന്ന് നിന്ന് അങ്ങനെ 6ാം നമ്പറിലെത്തിയ വള്ളമാണോ ശ്രീഗണേഷാണോ ചമ്പക്കുളമാണോ? ശ്രീഗണേഷാണോ ചമ്പക്കുളമാണോ? ഇത് മാത്രമേ പറയാൻ സാധ്യമുള്ളൂ. ഒരു ഫോട്ടോ ഫിനിഷിൽ. അങ്ങനെ അവസാനമായി ഒരുപക്ഷെ 16ാം നമ്പർ ചെറുതനെയായിരിക്കും. എങ്കിലും ചെറുതനെയാണോ ചമ്പക്കുളമാണോ ആരെന്ന് പറയാൻ സാധിക്കും. വികാരം മുഴുവനും ഏറ്റുവാങ്ങിക്കൊണ്ട് ആവേശം മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്നു ഈ 4 വള്ളങ്ങളും. കാരണം പോരാട്ടത്തിന്റെ കഥ പറഞ്ഞിട്ടുള്ള ഈ നാട് ഓണവില്ലുകൾ പാടി പിറന്ന ഈ സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ ഏകദാനതയുടെ മാനവികതയുടെ കഥ പറയും.